ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് നാട്ടിൻപുറത്തുള്ളൊരു നാടൻ കറിയാണ് കേട്ടോ. ചേമ്പ് തണ്ടും ചേമ്പ് കിഴങ്ങും കൂടി കറി വെച്ചതാണ്. ഇതാ കണ്ടില്ലേ, കിടിലനാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതാ ഈ ഒരു കറി നമ്മൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു നാട്ടിൻപുറത്തുള്ള ഈ ഒരു നാടൻ കറി നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതിന് നമുക്ക് ചേമ്പ് തണ്ടും ചേമ്പ് കിഴങ്ങും വേണം. അപ്പോൾ നമുക്കത് രണ്ടും ഒന്ന് പറിച്ചെടുക്കാനായിട്ട് പോയാലോ. അപ്പോൾ ചേമ്പ് പറിക്കാനായിട്ട് നമ്മൾ നമ്മുടെ തൊടിയിലുള്ള ചേമ്പ് കൃഷി നട്ടിരിക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് ഈ ചേമ്പിൻ്റെ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാം. അറിയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേമ്പ് പറിച്ചൊന്ന് വൃത്തിയാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ചേമ്പ് എന്ന് പറയുന്നത് നാട്ടിൻ പുറത്തൊക്കെ നമുക്ക് സ്ഥിരമായി കാണാറുള്ള ഒന്നാണ്. പക്ഷെ ഇതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. പക്ഷേ വൈറ്റമിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതിൽ ഇതിന് ഒരുപാട് പങ്കുണ്ട് കേട്ടോ. ഇത് ദഹനമൊക്കെ പെട്ടെന്ന് ദഹിക്കാനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഇത് കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ ഈ ചേമ്പ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് തളർച്ച ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നാരുകളുടെ കലവറയാണ് ഈ ചേമ്പ് എന്ന് പറയുന്നത്. പ്രമേഹമൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഗ്ലൂക്കോസ് ലെവലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഇത് സഹായിക്കും. ശരീരഭാരം കൂട്ടാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഡെയിലി ചേമ്പ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കലോറിയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശരീരഭാരം പെട്ടെന്ന് കൂടും ഇത് കഴിക്കുന്നതിലൂടെ. ഉയർന്ന സ്റ്റാർച്ച് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് ദഹിക്കാനായിട്ട് സഹായിക്കും. വയറിളക്കമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. വയറിളക്കം വരുന്ന സമയത്ത് ഈ ഒരു ചേമ്പ് ഭക്ഷണമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറിളക്കം നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ചേമ്പിൽ വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു വൈറ്റമിൻ ഇ നമുക്കറിയാലോ, മുടിൻ്റെ കാര്യത്തിലൊക്കെ വൈറ്റമിൻ ഇ വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഈ വൈറ്റമിൻ ഇ ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്യാൻസറൊക്കെ തടയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഹൃദയത്തിൻ്റെ സംരക്ഷണത്തിന് ചേമ്പ് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ടും അതുപോലെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നതിൽ നിന്ന് തടയാനൊക്കെ ഇത് സഹായിക്കും. ബ്ലഡ് പ്രഷറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കും. ചേമ്പിന് വേറൊരു ഗുണം കൂടി ഉണ്ട്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വയസ്സായ പോലുള്ളൊരു ഫീല് വരാതിരിക്കാനായിട്ട്, സ്കിന്നൊക്കെ നന്നായിട്ട് ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനും നല്ല സ്കിന്നിന് ഗ്ലോ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ചേമ്പാണ്. അപ്പോൾ ചേമ്പിൻ്റെ തണ്ടാണെങ്കിലും അതുപോലെ തന്നെ ചേമ്പ് കിഴങ്ങാണെങ്കിൽ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നാരുകളുടെ കലവറയാണ് ഈ ചേമ്പ് എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കും. അപ്പോൾ ചേമ്പിന് ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത്. അപ്പോൾ നമുക്ക് ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് ചേമ്പ് വേണം, ചേമ്പ് കിഴങ്ങും വേണം, ചേമ്പ് തണ്ടും വേണം. ഈ ഒരു രീതിയിലാണ് ഇതിനെ നമ്മൾ തോലൊക്കെ കളഞ്ഞെടുക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് നമ്മളിതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്യും. കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്താ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. ഇത്രയും ഗുണങ്ങളുള്ള ഈ ഒരു ചേമ്പ് നമ്മൾ കഴിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വീക്ക്ലി വൺസൊക്കെ ഇത് നമ്മുടെ വീട്ടിൽ ഒന്ന് പാകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വലിയ കെയറോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നട്ട് വളർത്താൻ പറ്റിയ ഒന്നാണിത്, വളരെ എളുപ്പത്തിൽ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ചെറുതാക്കി രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഇത്. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ ചേമ്പ് കിഴങ്ങാണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ചേമ്പ് കിഴങ്ങൊക്കെ പിന്നെ നമുക്ക് വൃത്തിയാക്കാനുള്ളത് അറിയാമല്ലോ. നമ്മളത് നോർമലായിട്ട് അതിൻ്റെ തോലൊന്ന് കളയുക. അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വൃത്തിയാക്കില്ല, അതുപോലെ തോലൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ കറി വെക്കുക. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ രണ്ടിൻ്റെ ആ ഒരു വിറ്റാമിൻ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്താ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഒരു പാത്രം ഗ്യാസിലോട്ട് വെച്ചു. അതിന് ശേഷം അതിലോട്ട് കുറച്ച് ചേമ്പ് കിഴങ്ങ് ഇതായിട്ടിട്ടുണ്ട്.
ചേമ്പ് കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ ചെറുതാക്കി കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാ ഈ ഒരു അളവിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ചേമ്പ് കിഴങ്ങ് ഇതിലോട്ട് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു ശേഷം നമ്മൾ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇതിലിട്ടിരിക്കുന്നത്. അപ്പം ഇനി ഇത് നന്നായി വെന്തതിന് ശേഷമാണ് നമ്മൾ ചേമ്പ് തണ്ടിനെ നമ്മൾ ഇതിലോട്ട് ഇടുക. അപ്പോൾ ഇതാ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചേമ്പ് കിഴങ്ങ് ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതവിടെ ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മളിത് അതൊന്ന് ഇങ്ങനെ ഇതാ കഷ്ണമൊന്നും ഇങ്ങനെ ആക്കി നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ചേമ്പ് തണ്ട് ഇട്ട് കൊടുക്കാം. ചേമ്പ് തണ്ട് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചേമ്പ് തണ്ടാണ്. പിന്നെ നന്നായി ഒന്ന് ഇതിനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ആ ചേമ്പ് കിഴങ്ങും തണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ചേമ്പ് തണ്ടിൽ തന്നെ നന്നായിട്ട് വെള്ളം ഊർന്ന് വരും. അപ്പോൾ ചേമ്പ് തണ്ടിൽ വെള്ളം ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഉപ്പൊക്കെ നമ്മൾ ചേമ്പ് കിഴങ്ങിലിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പൊക്കെ നമുക്ക് നന്നായിട്ട് പിടിക്കും ഇതിൽ കുറച്ചിട്ടാൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതിന്ന് വെള്ളമൊക്കെ വന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് അതുവരേക്കും ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചേമ്പ് തണ്ട് ചേമ്പ് കിഴങ്ങും അവിടെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. വെള്ളം നന്നായി ഊർന്ന് വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ കണ്ടത്. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ മുളക് പൊടി ഫസ്റ്റ് ചേർത്തു, ഇനി നമുക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ കുരുമുളകൊക്കെ ഇട്ടിട്ട് നമ്മളിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ കുഴമ്പ് പരുവത്തിൽ ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം അല്ലേ, നല്ലതാണ്. നമ്മൾ പുറത്തൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റാണ്. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഹെൽത്ത് വൈസ് നല്ല ഗുണങ്ങളല്ലേ. അപ്പോൾ അതാ ഇനി ഒന്നുകൂടി സെറ്റ് ആവട്ടെ ഇത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു പാൻ ഇതാ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതാ കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മൊരിഞ്ഞൊരു ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നമ്മുടെ ചേമ്പ് തണ്ട് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ചേമ്പ് തണ്ടിൽ നിന്ന് ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് ഊർന്ന് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മൾ വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കേണ്ട കാര്യമില്ല, അത്രയും വെള്ളം ഇതിൽ നിന്ന് തന്നെ വരും. അപ്പോൾ ചേമ്പ് തണ്ടും ചേമ്പ് കിഴങ്ങും കൂടെ ഇതാ ഒരു കുഴമ്പ് രൂപത്തിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചേമ്പ് തണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അടച്ച് വെച്ച് വേവിച്ചുകൊണ്ട് പെട്ടെന്ന് അത് വേകും. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അപ്പം നമുക്കതിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളി ഇതാ ചേമ്പ് തണ്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ്ടോ, ഇതാ ഈ ഒരു പരുവത്തിൽ നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഇത് കഴിച്ചാലുണ്ടല്ലോ സൂപ്പറാണ്. അതുപോലെ തന്നെ നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കുന്നത് വളരെ സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദോശൻ്റെ കൂടെ ഇഡ്ഡലിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. ഇതാണ്ടില്ലേ, ഒരു കുഴമ്പ് പരുവത്തിലാണ്, ഇതൊരു ഗ്രേവി ടൈപ്പാണ്. അപ്പം നമുക്ക്
വേറെ ചാറുകറി ഒന്നും ആവശ്യം വരില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ചേമ്പ് തണ്ടും ചേമ്പ് കിഴങ്ങും കൂടിയുള്ള കറി ഇത് അവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു നാടൻ കറിയാണ് കേട്ടോ, നാട്ടിൻ പുറത്തൊക്കെ ഉള്ളൊരു കറിയാണിത്. അപ്പം നിങ്ങളിത് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.